ഇന്ന് കാണുന്ന ചെങ്ങന്നൂരല്ല. ഒരു സഭകളും ഇല്ല. എനിക്കൊന്ന് ആദ്യ സമയങ്ങളിൽ തോമസ് പി തോമസിന്റെ ഒക്കെ ഉള്ളൂ ഒരു ഇൻഡിപെൻഡന്റ് ലെവലുള്ള ചർച്ചസ് അല്ലേ. ന്യൂ ജനറേഷൻ എന്ന് പറയാൻ പറ്റുന്നത് ആ ചർച്ച മാത്രമേ ഉള്ളൂ സമയത്ത്. ബാക്കി AG IPC ഒക്കെ ഉണ്ടായിരുന്നു. തുടക്ക സമയമുള്ള അനുഭവങ്ങളൊന്ന് വിവരിക്കാവോ? അങ്ങനെ ചെങ്ങന്നൂർ ആക്ച്വലി എൻ്റെ അറിവില് എനിക്ക് അങ്ങനെ പരിചയമുള്ള ആരും ഇല്ല ചെങ്ങന്നൂര്. അങ്ങനെ എൻ്റെ റിലേഷൻ പെട്ടവരോ രക്തബന്ധങ്ങളോ അങ്ങനെ ഒന്നും എൻ്റെ അറിവിലില്ല. പക്ഷെ ചെങ്ങന്നൂർ വരാനുള്ള കാരണം ഈ പറഞ്ഞ പോലെ ഒരു ആത്മഭാരം, പരിശുദ്ധാത്മാവ് ചെങ്ങന്നൂർ പട്ടണത്തെക്കുറിച്ച് ഞങ്ങളുടെ രണ്ടുപേരുടെ ഉള്ളിൽ ഇടാനായിട്ട് എത്തുന്നു. ആക്ച്വലി ഞങ്ങൾ ഈ പറഞ്ഞ പോലെ പാസ്റ്റർ പറഞ്ഞതുപോലെ ബാംഗ്ലൂരിലോട്ടോ വേറെ എവിടെയെങ്കിലുമൊക്കെ നീങ്ങാനാണ് ഞങ്ങളുടെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ചെങ്ങന്നൂരിലേക്ക് അയച്ചു. അങ്ങനെ ചെങ്ങന്നൂർ വന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സൺഡേ ഈവനിങ്ങിൽ, ഞാൻ ആ സമയം ഓതറൽ പാസ്റ്ററായിട്ടിരിക്കുക, കുറ്റൂര് സഭയിൽ പാസ്റ്ററായിട്ട് ഇരിക്കുമ്പോഴാണ് പപ്പായുടെ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് ചെങ്ങന്നൂര് ഒരു നമ്മുടെ ആച്ചിറി ജംഗ്ഷനിൽ ഒരു മുറി തോമസ് പാസ്റ്റർ തുടങ്ങിയ അതേ മുറി അവിടെ തന്നെ ഞാനും സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ആദ്യത്തെ സൺഡേ എന്ന് പറയുന്നത് ഒരു ജൂൺ 9 എൻ്റെ ഫാദർ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മുടെ മീറ്റിംഗ് തുടങ്ങിയത്. പക്ഷേ അതൊരു വെനസ്ഡേ ആയിരുന്നു, ഒരു ബുധനാഴ്ചയായിരുന്നു. അങ്ങനെ ഞായറാഴ്ചയാണ് ഞാനൊരു 4 മണിക്ക് വന്നു, ഡോർ തുറന്നു. എനിക്ക് ആരും അറിയത്തില്ല. 4 മണി തൊട്ട് 6 മണി വരെ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഒരു വിശ്വാസി പോലും ഇല്ല. അന്ന് എൻ്റെ വൈഫിന് വരാൻ പറ്റിയില്ല, വീട്ടിലെന്തോ ഒരു തടസ്സം ഉണ്ടായി, സോ വരാൻ പറ്റിയില്ല. സോ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് 4 മണി തൊട്ട്, ഞാൻ എപ്പോഴും പറയും ഞാനും പിതാവ് പുത്ര പരിശുദ്ധാത്മാവും ദൂതന്മാരും ഉണ്ട്. ഇങ്ങനെ പറയാം. ഉൽപ്പത്തി പുസ്തകത്തിലൊരു കാര്യം എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മ ഓർപ്പിക്കുന്നത്, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ അബ്രഹാമിനോട് പറഞ്ഞ പോലെ. ഇന്നാണെങ്കിൽ പാസ്റ്റേഴ്സിനെ എവിടെയെങ്കിലും അയച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ അല്ലേ, അത് വേണം ഇത് വേണം, റേഞ്ച് ഉണ്ടോ, പക്ഷെ അന്നൊന്നും എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത കാലഘട്ടത്തിലാണ് അബ്രഹാമിനെ അല്ലേ ഞാൻ കാണിപ്പാൻ ഈ ദേശത്തേക്ക് പോകാം എന്ന് പറഞ്ഞ പോലാണ് ഇവിടെ വരുന്നത് അല്ലേ. 100% ആരുമില്ല, ഒരു വിശ്വാസി പോലും ഇല്ല. ആദ്യഘട്ടത്തിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ എൻ്റെ വൈഫിൻ്റെ മദറിന് ചില ശാരീരിക അസ്വസ്ഥതകൾ വന്നപ്പോൾ വൈഫ് ശുശ്രൂഷിക്കാനായിട്ട് ബാംഗ്ലൂരിൽ പോയ സമയത്ത് എന്നെ വിളിച്ചൊരു ഗ്ലാസ് ചായ തരാൻ ഈ പട്ടണത്തിൽ ആരുമില്ലായിരുന്നു. ഞാൻ ഈ മുളക്കുഴയിൽ ഒരു ഹോട്ടലിൽ ഒരു ദിവസം ഉച്ചയ്ക്ക് ചോറുണ്ട് കാണാൻ എൻ്റെ കണ്ണ് നിറഞ്ഞു. കാരണം എനിക്ക് വിളിച്ച് ഒരു ചോറ് തരാൻ ആരും ഈ ടൗണിലില്ല, എനിക്ക് ആരും അറിയത്തില്ല. അപ്പോൾ ആ ഹോട്ടലിൽ ഇരുന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ എൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞ് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. നമ്മളെ പോലും പരിചയപ്പെടുത്തിയില്ല അല്ലെ, ഇങ്ങനെ ഒരു ദേവാസനം അവിടെ ഉണ്ടല്ലെങ്കിൽ അല്ലേ, ഒരു മനുഷ്യനില്ലായിരുന്നു ആ സമയത്ത്. പിന്നെ പാസ്റ്റർ എന്തോ ഒരു നഷ്ടപ്പെട്ട കാര്യം കൂടെ അത് കഴിഞ്ഞിട്ട് പാസ്റ്ററെ അങ്ങനെ 2005 ഞാനും വൈഫും കൂടെ എൻ്റെ ഫാദറിനോട് പറഞ്ഞു. എനിക്ക് 2 സഹോദരങ്ങളാണ്. പപ്പ ഇതേക്കുറിച്ച് എന്തായിരുന്നു ഒപ്പീനിയൻ, ഇങ്ങനെ വരുന്നതിനെ കുറിച്ചും പ്രവർത്തനത്തെ കുറിച്ചും? പപ്പ എപ്പോഴും കർത്താവിന്റെ വേലയിൽ എപ്പോഴും എന്നെ പ്രോത്സാഹിപ്പിച്ചു. സ്ഥലമൊന്നോ സാഹചര്യങ്ങളൊന്നും ഇല്ല, ഒരു വിത ഇതിന് വിതയ്ക്കണമെന്നുള്ള പപ്പായ്ക്ക് അറിയാം. ആദ്യം ഒരു വില കൊടുത്തേ ഒക്കെ അതുകൊണ്ട് വിലക്കില്ലായിരുന്നു. ഇല്ല, മരിക്കുന്നിടം വരെ എൻ്റെ ഒപ്പം. എനിക്കതൊരു വലിയൊരു പ്രയാസമായിരുന്നു. കാരണം എപ്പോഴും എനിക്കതൊരു ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ദിവസം ഒരു കേസ് ഉണ്ടായ സമയത്ത് കോടതിയുടെ വാതിൽക്കൽ നിൽക്കുകയാണ്. അപ്പം പെട്ടെന്ന് ഇന്നുള്ള ബിൽഡിംഗ് അല്ല, വേറൊരു ടെൻ്റായിരുന്നു നമ്മളവിടെ കെട്ടിയിരുന്നത്. അപ്പം 500 കസേരകളും ഉണ്ട്. പിന്നെ മൊത്തം നമ്മളൊരു മന്ത്ലി റെൻറ്റ് കൊടുത്തൊരു ടെൻറ്റ് സ്ഥിരമായിട്ടിട്ടിരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് എൻ്റെ വക്കീൽ കോടതിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എന്നോട് പറയുകയാണ്, പാസ്റ്റർ പെട്ടെന്ന് ഇന്ന് ടെൻറ്റും അതെല്ലാം അഴിച്ചു മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് തകർന്നു. ആ സമയത്ത് എൻ്റെ ഫാദർ മാത്രം എൻ്റെ കൂടെ ഉള്ളു. എൻ്റെ ഫാദർ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്, പറഞ്ഞു, മോനെ പേടിക്കണ്ട, ദൈവം നിന്നെ ഈ പട്ടണത്തിൽ അയച്ചിട്ടുണ്ടെങ്കിൽ, മനസ്സിലായോ, ദൈവം നിന്നെ അനുഗ്രഹിക്കും, നമ്മളിവിടെ വളരും. എന്നിട്ടിങ്ങനെ എൻ്റെ പാപ്പ ഉറപ്പിച്ച വാക്യം, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കും. മക്കളെ, പാസ്റ്റർ പറഞ്ഞതിനെ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ആ ദേവദാസൻ തുടങ്ങി വെച്ച ആ ശുശ്രൂഷയ്ക്ക് ഒരു വിധി വരുന്നു, അത് മാറ്റണം, പൊളിക്കണം എന്ന് പറയുമ്പോൾ ഈ ചെങ്ങന്നൂർ എന്ന പട്ടണത്തിൽ പ്രിയ ദേവദാസന് സപ്പോർട്ടിന് ആരുമില്ല. പക്ഷേ സ്വന്തം പിതാവ്, അദ്ദേഹം നിത്യത്തിൽ വിശ്രമിക്കുകയാണ്, എനിക്ക് അറിയാവുന്ന സ്നേഹനിധിയായ ഒരു പിതാവായിരുന്നു. അദ്ദേഹം പറയുക, മോനെ ഒന്നും സംഭവിക്കത്തില്ല, ഭയപ്പെടേണ്ട, ദൈവമുണ്ട്, ദൈവം ഇതിനെ വളർത്തും. പിന്നെന്തോ പറഞ്ഞു, ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. ദൈവം പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. അതാണ് ഇന്ന് എനിക്ക് എത്ര കണക്ക് എനിക്കറിയത്തില്ലെങ്കിലും ഏതാണ്ട് ഒരു 500-ൽ പരം പേര് കൂടി വരുന്ന ഒരു കൂട്ടായ്മയിലേക്ക് ദൈവം
പാസ്റ്ററിനെ വളർത്തിയത്. പപ്പ ഒരു പിതാവ് എന്നുള്ള സ്ഥാനം മാത്രമല്ല, ഒരു ദൈവദാസൻ എന്നുള്ള ലെവലിൽ ആ വാക്കൊരു പ്രോപ്പസി ആയിരുന്നില്ലേ? ശരിക്കും ഒരു പ്രോപ്പസി. തീർച്ചയായിട്ടും. ഓക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ അപ്പന്മാരാണല്ലോ, മക്കളെ കുറിച്ച് എപ്പോഴും ഒരു ചിന്തയുണ്ടല്ലോ. അപ്പം ചെങ്ങന്നൂരിലോട്ട് ഞാൻ നീങ്ങുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ സപ്പോർട്ടിങ് ആരുമില്ല, സ്പോൺസേഴ്സ് ആരുമില്ല, ഒന്നുമില്ലാതെ വരുന്നത്. അപ്പം എൻ്റെ പപ്പയ്ക്ക് ഒരു ഭാരം ഉണ്ടായിരുന്നു. ആക്ച്വലി എൻ്റെ പപ്പ എന്നോട് പറയായിരുന്നു, കാരണം ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങളും ചെറിയ കുഞ്ഞുങ്ങളായിരുന്നു, കൊച്ചു കുഞ്ഞുങ്ങളാണ്. എൻ്റെ വൈഫിനാണെങ്കിലും നാടൊന്നും അത്ര വലിയ പരിചയമുള്ള കൂട്ടത്തിലല്ല ആ സമയത്ത്. അപ്പൊ എന്റെ ഫാദർ പറഞ്ഞത് എന്റെ ബ്രദർ സ്റ്റേറ്റ്സിലാണ്, എൻ്റെ അനിയൻ, സിസ്റ്ററും വിദേശത്തായിരുന്നു. എന്റെ ബ്രദർ സ്റ്റേറ്റ്സിലാണ്, അമേരിക്കയിലാണ് പുള്ളി. എന്റെ അനിയൻ 3 പേരാണ്. പിന്നെ എന്റെ സിസ്റ്റർ ഉണ്ട്. സിസ്റ്റർ അന്ന് ബഹ്റിനിലായിരുന്നു, സൗദിയിൽ, ഏറ്റവും ഇളയതാണ്, 3ാമത്തേതാണ്. അപ്പൊ എന്റെ ഫാദർ പറയും, മോനെ നിനക്ക് വീട്ടിൽ താമസിക്കാം, കാരണം അവരാരും ഇല്ല ഇവിടെ, മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ എന്നോട് പറയും, മമ്മിയും പറയും, മക്കളെ ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും മിനിസ്ട്രിക്ക് പോയിക്കോ എന്ന് പറയും. പക്ഷെ കർത്താവ് എൻ്റെ ഉള്ളിൽ പാസ്റ്റർ നേരത്തെ ഓർപ്പിച്ചതുപോലെ, എബ്രഹാമിനോട് പറഞ്ഞതുപോലെ, മോനെ ആ വിളിയുള്ള സ്ഥലത്ത് പോയി പാർക്കണം. ആ ആത്മഭാരം കിട്ടിയ ആ ദർശനമുള്ളിടത്ത് പോയി പാർക്കാൻ ദൈവനോട് വിശ്വസ്തത ആചരിച്ചല്ലേ ആ ഒരു വചനം. അങ്ങനെയാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വന്നത്. എൻ്റെ ഫാദറിന് ആ സമയത്ത് വെച്ച പ്രയാസം എന്നോട് പറഞ്ഞു, മോനെ നീ ഇവിടെ താമസിക്കുക, എന്തിനാ? പക്ഷെ ഞാൻ പറഞ്ഞില്ല പപ്പ, കർത്താവ് എന്നെ ചെങ്ങന്നൂരിന് വേണ്ടി വിളിച്ചു. വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യുമായിരുന്നില്ലേ? ഇച്ചിരി പ്രയാസങ്ങൾ വന്നപ്പോഴാ പപ്പ അങ്ങനെ പറഞ്ഞു അല്ലേ, ഇവിടെ വേണം നിൽക്കാമെന്നല്ലേ? കാരണം അതിന്റെ ഇടയിൽ ചില സംഭവങ്ങൾ ഉണ്ടായി പാസ്റ്റർ. പക്ഷെ അതെന്ത് വരുന്ന നമ്മൾ എടുത്ത റൂം റെന്റിന് എടുത്ത സമയത്തൊക്കെ അതിനുശേഷം ഞങ്ങൾ കുടുംബമായി ആദ്യമേ റെന്റിനെടുത്ത് ഞങ്ങൾ പോയി വരുമായിരുന്നു. ഏതാണ്ട് ഒരു 17 കിലോമീറ്റർ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ വരെ പോയി വരുമായിരുന്നു. പക്ഷെ ഒരു 2005 ആയപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ ഉള്ളിൽ ആ നാട്ടിൽ പോയി നിൽക്കണം, ആ ദേശത്ത് പോയി നിന്നാൽ മാത്രമേ ആ ദേശത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ, കൂടുതൽ അറിയാൻ പറ്റത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് അങ്ങനെ ഒരു ഭാരം ഉണ്ടാവുകയും എൻ്റെ ഫാദറിൻ്റെ അനുവാദത്തോടു കൂടി തന്നെ ഞാൻ ഇവിടെ വന്നൊരു വാടക വീടെടുത്തു. ഞങ്ങൾ ചെങ്ങന്നൂരിൽ ഒരു വാടക വീട്, ക്രിസ്ത്യൻ കോളേജ് ജംഗ്ഷൻ അടുത്ത് തന്നെ വാടക വീട്ടെടുത്ത് ഞാനും വൈഫും കുഞ്ഞുങ്ങളും ഇങ്ങോട്ട് മാറിയ സമയത്താണ് നമ്മുടെ ഷമുൽ വിൽസൺ എന്ന് പറയുന്ന അനുഗ്രഹിക്കുന്ന എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹം ആ സമയത്തൊക്കെ ആദ്യ കാലത്തൊക്കെ എൻ്റെ ആ ചെറിയ ആരംഭിച്ച കൂട്ടായ്മയിൽ വന്ന് ഗിറ്റാർ വായിച്ച് വർഷിപ്പ് ലീഡ് ചെയ്തു. അദ്ദേഹം ആ സമയത്ത് അവിടെ കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് പാസ് ചെയ്ത് പോവാം. ഞാൻ വൈഫ് ഒരു 21 ദിവസം ഫാസ്റ്റിംഗ് ഇരിക്കുക. അപ്പം ഫാസ്റ്റിംഗ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് വീട്ടിൽ വന്ന് എൻ്റെ കൂടെ ചെന്നേരം പ്രാർത്ഥിച്ചപ്പോൾ പാസ്റ്റർ എന്നോട് ഇങ്ങനെ പറയാണ്, പാസ്റ്റർ ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം ദൈവം പാസ്റ്റർ തരും. എനിക്കന്ന് സഭയില്ല, ചർച്ച തുടങ്ങിയിട്ടില്ല, പ്രവചനം ചെറിയ കൂട്ടായ്മ. ഒരു സൺഡേ ഈവനിങ്ങിൽ 4 മണി കഴിഞ്ഞിട്ട് അവിടുന്ന് അടുത്ത് 2-3 സഹോദരിമാർ വരും, അത്രേ ഉള്ളൂ. ആ സമയത്ത് ഇദ്ദേഹം എന്നോട് പറയുന്നത്, ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം പാസ്റ്റർ ദൈവം തരുമെന്ന് പറഞ്ഞു. എന്നോട് ഇറങ്ങി വരാൻ പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞ വലിയ വിശ്വാസമില്ലായിരുന്നു, പക്ഷെ പുള്ളിയുടെ വിശ്വാസം ഭയങ്കരമായിരുന്നു. എന്നെ വലിച്ചുകൊണ്ട് പോയി, സത്യം പറഞ്ഞാൽ എന്നെ കൊണ്ടുപോയിട്ട് ആ സ്ഥലത്ത് കൊണ്ട് നിന്നിട്ട് പറഞ്ഞു, ദൈവം എന്നോട് പറഞ്ഞു ഈ സ്ഥലങ്ങളെല്ലാം ദൈവം തരും. ഇങ്ങനെ PG വർഗീസ് അങ്കിളുടെ പുസ്തകത്തിൽ അദ്ദേഹം വായിച്ചൊരു അനുഭവം എന്നോട് ആ സമയത്ത് അവിടെ വെച്ച് എന്നോട് ഷെയർ ചെയ്തു. PG വർഗീസ് അങ്കിൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ച് അത് പിന്നീട് കിട്ടിയെന്ന്. അങ്ങനെ ആ സ്ഥലത്ത് പോയി നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ തിരിച്ചു വരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ് എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞെന്ന് തോന്നുന്നു, ഞങ്ങൾ ഇച്ചിരി തിരക്കായിപ്പോയി. അപ്പോൾ ഒരു ഈവനിങ്ങിൽ, സൺഡേ ഈവനിങ്ങിൽ ഞാൻ പ്രെയർ കഴിഞ്ഞു, വീട്ടിൽ ലോക്ക് ചെയ്ത് ഞങ്ങൾ കുടുംബത്തോട്ട് പോയി. പിറ്റേ ദിവസം ഞങ്ങൾ വരുന്നത് മൺഡേ രാത്രിയില്ല, ഒരു 9 മണി 9:30 ആയപ്പോഴാണ് ഞങ്ങൾ തിരിച്ച് ചെങ്ങന്നൂർ വരുന്നത്. ചെങ്ങന്നൂർ വന്നപ്പോഴാണ് ഞങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഞങ്ങളുടെ വീട്ടിൽ കള്ളന്മാർ കയറി എല്ലാം മോഷ്ടിച്ചുകൊണ്ട്, ഒന്നുമില്ല വീട്ടിൽ. ഈ വാടക വീട് ഞങ്ങളുടെ ഡ്രസ്സുകള്, കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് എല്ലാം ഒന്നുമില്ല, എംറ്റി ആക്കി അവരെ. അങ്ങനെ വലിയൊരു പ്രയാസം എൻ്റെ ഉള്ളിൽ വന്നു, ഞങ്ങളുടെ 2 പേരുടെ ഉള്ളിൽ വന്നു. ആ സമയത്ത് ഒത്തിരി ആളുകൾ ഈ പറയുന്ന പോലെ പലരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ദൈവഹിതമാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ? മനസ്സിലായോ? ദൈവമാണ് നിങ്ങളെ ചെങ്ങന്നൂർ വിട്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ? നമുക്ക് ഉത്തരം പറയാനില്ല. കാരണം വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വേണമെങ്കിൽ ഒരു തീരുമാനം എടുക്കുകയും ചെയ്യാം. ഏതായാലും എല്ലാം പ്രതികൂലമാണ്. പപ്പായും പറഞ്ഞു അല്ല അവിടെ വന്ന് താമസിക്കുക, പോകാനുള്ള ഒരു വഴി അല്ലേ എന്ന് വേണം ചിന്തിക്കാമായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് ഇന്ന് മനസ്സിലാക്കി. ഞാൻ തീരുമാനിച്ചു ഇവിടുന്ന് പോകാമെന്ന്. അപ്പോഴും എൻ്റെ വൈഫാണ് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രെങ്തൻ ചെയ്ത് എന്നോട് പറഞ്ഞില്ല, ചേച്ചാ ഇവിടെ ഒരു ദൈവപ്രവൃത്തി നമ്മളിലൂടെ ഉണ്ട്.
കാരണം പാസ്റ്ററിനറിയാം ആ ഒരു സമയം എന്ന് പറയുന്നത് അന്ന് രാത്രി ഞാനിന്ന് ഓർക്കുന്നത് 10-12 മണിയായി. ആൾക്കാർ നാട്ടുകാരെല്ലാം കൂടി, പോലീസ് വരുന്നു. അങ്ങനെ എൻ്റെ ഫാദറിനെ അയച്ചു. അവിടുന്ന് ദൈവദാസന്റെ ഭവനം കള്ളം കയറി എന്ന് പറയുന്നത് മാത്രമല്ല, ആ സമയത്ത് വന്ന കൂട്ടായ്മയിൽ വന്ന ഒരു സഹോദരി എന്നോട് ഇപ്പോഴും ഓർമ്മയുണ്ട്. അടുത്ത ഞായറാഴ്ച പ്രാർത്ഥന പുള്ളിക്കാരി പറയാ, ബ്രദറെ ഇനി ഞാൻ വരുന്നില്ല. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? കാര്യം എന്നോട് പറയാണ്, പുള്ളിക്കാരി സന്ധ്യക്ക് പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴേ പുള്ളിക്കാരുടെ ഹസ്ബൻഡ് പറയും, നീ ഇങ്ങനെ വീട്ടിട്ടിട്ട് പോയി കള്ളന്മാരും എല്ലാം കയറിയാല്. പുള്ളിക്കാരോട് പറഞ്ഞു, ആശ്രയ വീട്ടിൽ തന്നെ കള്ളം കയറി. മനസ്സിലാകും. ഒരാൾ പറഞ്ഞു ഇങ്ങനെ നമ്മുടെ സുരക്ഷിതത്വം എന്തോ അല്ലയോ മീൻസ് പിടികിട്ടിയോ? അപ്പൊ അങ്ങനെ ഞാൻ വളരെ ഭാരപ്പെട്ടു. വൈഫും പിന്നെ ഉള്ളതൊക്കെ പെറുക്കിയെടുത്ത് ആ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അന്ന് സഭയില്ല, കൂട്ടായ്മയില്ല, സാമ്പത്തിക ഭദ്രതയില്ല. പക്ഷെ ദൈവം വീണ്ടും പാഷ ചിന്തിക്കുന്ന ദൈവം അത് അനുവദിച്ചാന്ന് ചിന്തിക്കുന്നുണ്ടോ? 100%. അതുകൊണ്ട് ഞാനൊരു കാര്യം പാസ്റ്ററോട് പറയാം, നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന എല്ലാത്തിന്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതി, ഉന്നമയുള്ളൊരു പദ്ധതി. നമ്മൾ ഇന്നത്തെ നാളത്തെ നമ്മൾ കാണുന്നുള്ളൂ, പക്ഷെ അപ്പുറത്തെ നമ്മൾ കാണുന്നില്ല. തീർച്ചയായും അതെല്ലാം നാളെ നമുക്കൊരു മെസ്സേജായി മാറുകയാണ്. അതായത് ഒരു ദേശത്തിന്റെ ഒരു അപ്പോസ്തലനായി ഭാഷ ഉയർത്തി ചെങ്ങന്നൂരിന്റെ ഹൃദയഭാഗത്തൊരു മെഗാ ചർച്ചിന്റെ പദ്ധതിയുടെ ഭാഗമായി ദൈവം അനുവദിച്ച കഷ്ടതയായിരുന്നത്. അല്ലേ 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 ഒരിക്കൽ ഒരു ദൈവദാസൻ പറഞ്ഞത്, എൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എൻ്റെ മനസ്സിലേക്ക് വരികയാണ്, ഗോഡ് വിൽ ടേൺ യുവർ മെസ് ഇൻടു എ മെസ്സേജ് എന്നാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പാസ്റ്ററിന് അറിയാം, ആ സ്ഥലങ്ങളെല്ലാം ദൈവം ഞങ്ങൾക്ക് തന്നു. ആ കഷ്ടത ഒരു സന്ദേശമായി മാറും. അന്ന് ഞാൻ തല ഉനിച്ചിറങ്ങി. ആ വീട്ടിൽ നിന്ന് ഞാൻ തല ഉനിച്ച് നാണം കെട്ട്, കാര്യം നാട്ടുകാരെല്ലാം കൂടി നിൽക്കുകയാണ് രാത്രി. ചിന്തിക്കും, ഒരു ദൈവദാസന്, പ്രത്യേകിച്ച് ഓർഡിനറി ബിലീവർ അല്ല, ഒരു ദൈവദാസന് സംരക്ഷണം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ എന്തോ അല്ലേ എന്നൊക്കെയുള്ള ചിന്ത അവരിൽ വന്നു. അപ്പം ഞാൻ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഞങ്ങൾ കുടുംബമായി ഞങ്ങളോട് ഇറങ്ങുമ്പോൾ ആക്ച്വലി ഞാൻ തല കുനിച്ച് ഇറങ്ങുന്നത്. അവിടുന്ന് പിന്നെ ഇതുവരെ കർത്താവ് മാനിച്ചപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ മുമ്പിൽ വരുന്ന എല്ലാവർക്കും ഞാൻ കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്, എവിടെ നീ തല കുനിച്ചോ അവിടെ ദൈവം നിന്റെ തല ഉയർത്തും. പലർക്കും സംശയം, നമുക്ക് ഓഡിയൻസിന് സംശയം കൂടെ തീർത്ത് പോകണമല്ലോ. ഇന്നാൾ ഒരു സഹോദരി ഒരു ഇൻഡിപെൻഡന്റ് ചർച്ച എന്ന് പറഞ്ഞു, ഈ ദേവദാസന്മാർക്ക് വരുമ്പോഴേ അവർക്ക് പറഞ്ഞു പോകാം, വാലെല്ലാം തലയാകും, താഴ്ചയല്ല ഉയർച്ച. നമുക്ക് അവർ തലയുടെ അനുഭവം, നമ്മൾ വാലിൻ്റെ അനുഭവം. ഈ സഹോദരിയുടെ ഹൃദയത്തിൽ സംശയം കിടക്കുന്നുണ്ട്. ഞാൻ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ജീവിതത്തിൻ്റെ അനുഭവത്തിന് മാറ്റമില്ല. ഞാൻ എന്നോട് പല ദിവസന്മാർ പറഞ്ഞിട്ടുണ്ട്, ഞാനും പറഞ്ഞിട്ടുണ്ട്, നീ ലജ്ജിക്കപ്പെട്ട സ്ഥലത്ത്, നിന്റെ വിയർപ്പ് വീണ സ്ഥലത്ത്, നീ കഷ്ടപ്പെട്ട സ്ഥലത്ത്. അതെനിക്ക് മനസ്സിലായത് പാസ്റ്റർ, ഞാൻ 10 കൊല്ലം നിന്ന മസ്കറ്റിൽ. ഞാൻ 2000 വന്നു. 2015 അതേ മസ്കറ്റിൽ എന്നെ ദൈവം അയച്ചു. ഞാൻ അവിടെ ആർട്ടിസ്റ്റായിരുന്നു, എഞ്ചിനീയറായിരുന്നു. അവിടെ എന്നെ ആ സ്ഥലത്ത് സുവിശേഷകനായിട്ട് ദൈവം ഒരു ചർച്ച കൊണ്ടുപോയി. ഞാനന്ന് മസ്കറ്റിലുള്ള സഭ. അപ്പം ഞാൻ അന്ന് അവിടെ എന്നെ കൊണ്ട് ഓരോ പാസ്റ്റേഴ്സ് ഓരോ സ്ഥലത്തോട്ട് പോകുമ്പോഴേക്കും, പാസ്റ്ററിന് ഇവിടെ വന്നിട്ടുണ്ടോ നേരത്തെ? ഞാൻ 10 കൊല്ലം സ്ഥലമാണ്, ഡ്രൈവ് ലൈസൻസ് ഉണ്ട്, ഞാൻ വണ്ടി ഓടിച്ച സ്ഥലമാണ്. ഞാൻ പറഞ്ഞാൽ വന്നിട്ടുണ്ട്, അത് അവരോട് ഒത്തിരി ഡീറ്റെയിൽ പറയണ്ടായിരുന്നു. പക്ഷേ എന്നെ ദൈവം അന്ന് എനിക്ക് മനസ്സിലായി, ഇതിനെ സംശയിക്കാതെ ഏറ്റെടുക്കുന്നവരുടെ ജീവിതത്തിൽ പാസ്റ്റർ ഇതൊരു വിടുതൽ അല്ലേ? പക്ഷെ സംശയിക്കില്ല. അല്ല ദൈവദാസ് അത് അങ്ങനെയൊക്കെ ഒരു സംസാരം ഉണ്ടല്ലോ, അവർക്കൊക്കെ പ്രവചിച്ചിട്ട് പോകാം. അതാ, പക്ഷെ അത് ദൈവ ശബ്ദമാണെന്ന് പറഞ്ഞ ഒരാളുടെ ഹൃദയത്തിൽ വെളിപ്പെട്ടാൽ അത് ജീവനല്ലേ? 100%. അപ്പം പക്ഷെ അത് പറഞ്ഞ് എന്തുകൊണ്ടാണ്, അതായത് ആ തകർന്നിടത്ത് തന്നെ അല്ലേ? അതെനിക്കൊരു മെസ്സേജാണ്. ഞാൻ എവിടെ പ്രസംഗിച്ചാലും പറയുന്ന ഒരു കാര്യമാണ്, നീ എവിടെ തല കുനിച്ചോ അവിടെ ദൈവത്തിന്റെ തല ഉയർത്തും. ഇവര് ചിന്തിക്കുന്നത് നമ്മുടെ ഒരു സ്റ്റൈല, നമ്മുടെ പ്രസംഗത്തിന്റെ ഒരു സ്റ്റൈലാണെന്നാണ് ലോകം ചിന്തിക്കുന്നത് അല്ലേ? നമ്മുടെ അനുഭവമാണ്. എന്റെ അനുഭവമാണ്, പാസ്റ്ററിന്റെ അനുഭവമാണ്. ഞാൻ എപ്പോഴും പറയും, എവിടെ നീ പരാജയപ്പെട്ടോ അവിടെ ദൈവം നിന്നെ വിജയിപ്പിക്കും. പ്രവചനത്തെ തുച്ഛീകരിക്കരുത്, സംശയിക്കരുത്. അപ്പൊ അവിടെ അത് ആ മാന്യതയാണ് പിന്നീട് വെളിപ്പെടും. അടുത്ത പടി എന്ന് പറയാം. അടുത്ത പടി എന്ന് പറഞ്ഞാൽ പാസ്റ്ററെ, ഞാൻ അങ്ങനെ IT ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഒരു ആന്റി, എനിക്കറിയാതെ സൂസി ആന്റി എന്ന് പറയും, അവിടെ വന്നു വീടെടുത്ത് ഞങ്ങളവിടെ താമസം തുടങ്ങിയ സമയത്ത് നമുക്കറിയാം സുവിശേഷം അറിയിക്കുവാൻ പല മെത്തേഡുകളാണ് പലരും യൂസ് ചെയ്യുന്നത്. പരസ്യങ്ങളിൽ പ്രസംഗിക്കും, ആ രീതി ഓരോരുത്തരുടെ വിളി, ചില ട്രാക്ട് കൊടുത്ത് ഇതെല്ലാം എഫക്റ്റീവ് ആവുന്നുണ്ട്. എനിക്കറിയാം ഈ അടുത്ത സമയത്ത് എൻ്റെ ചർച്ചിൽ ഒരു ബ്രദറിനെ ഞാൻ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ കർത്താവിലേക്ക് വന്നത്? അദ്ദേഹം ചെങ്ങന്നൂര് സൂയിസൈഡ് ചെയ്യാൻ വന്ന ആളാണ്. അപ്പം ട്രാൻസ്പോർട്ട് ബസ് സ്റ്റോപ്പിൽ വെച്ച് ആരോ ട്രാക്ട് കൊടുത്തു. അദ്ദേഹം ഒരു ഹൈന്ദവ സഹോദരനാണ്, യേശുവിനെ അറിയത്തില്ല, ബൈബിൾ അറിയത്തില്ല.
ആ ട്രാക്ട് അദ്ദേഹം ഇങ്ങനെ സാധാരണ അദ്ദേഹം പറയുന്ന സാധാരണ ട്രാക്ട് കിട്ടിയാൽ ഞാൻ ചുരുട്ടി കുട്ടി കളയാ ചെയ്യുന്നത്. പക്ഷെ എന്തോ എനിക്ക് തോന്നി ഒന്ന് നോക്കാം. നോക്കിയപ്പോൾ അതിനകത്തൊരു വാക്യം, കർത്താവ് യേശു ക്രിസ്തു വിശ്വസിക്കുക എന്നാൽ നീ നിന്റെ കുടുംബം. സിമ്പിൾ. അദ്ദേഹത്തെ സ്പർശിച്ചു. അദ്ദേഹം അങ്ങനെ കർത്താവിനെ തപ്പി വന്നു. അവസാനം നമ്മുടെ ചർച്ചയിൽ വന്നു. അദ്ദേഹം രക്ഷപ്പെട്ടാ കുടുംബം. അപ്പൊ ഓരോ രീതിയിലാണ് കർത്താവ് യൂസ് ചെയ്യുന്നത്. ആശുപാശ് ഇത് പറയുമ്പോൾ ഞാൻ ചെറിയൊരു തമാശയോടെ ഇതിനകത്ത് ഇത് നാട് ചെയ്ത് പോവാണ്. എനിക്ക് പണ്ട് ബൈബിൾ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വന്ന് ഒരു അച്ചാനെ ഈ ബൈബിള് മണിക്കൂറുകൾ ഉൽപ്പത്തി പോലെ വെളിപ്പാട് വരെ ഒന്ന് വായിക്കുക ഫ്രണ്ട് ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞ് എന്നോട്, ഞാനന്ന് ബിലീവറല്ല, വിശ്വാസി വന്നിട്ടില്ല, ഓർത്തഡോക്സ് പാരമ്പര്യത്തില്ല. അദ്ദേഹം എന്നോട് ചോദിച്ചു, എല്ലാ വില്ലിനകത്ത് ഞാൻ സത്യത്തിൽ തമാശ രീതി പറഞ്ഞു, അച്ഛാ ഞാനൊന്നും എടുത്ത് മാറ്റിയിട്ടില്ല, എല്ലാം അതിനകത്തുണ്ട്. ഈ പാഷ് ഇത് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി, എന്തിനാ ഒത്തിരി, നീ നിന്റെ കുടുംബവും കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ നീയും നിന്റെ കുടുംബവും, ആ ഒരു സന്ദേശം മതി ഒരു മനുഷ്യനല്ലേ ജീവിതത്തെ മുഴുവൻ മാറ്റാൻ. പറഞ്ഞ ഭാഷ എന്നിട്ട് പക്ഷെ എന്റെ ഉള്ളില്, കാരണം ഇതൊക്കെ വർഷങ്ങളായിട്ട് ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണല്ലോ പല രീതിയിൽ. ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരിക്കൽ ബൈബിൾ വായിച്ചപ്പോൾ ഇങ്ങനെ ചില ഭാഗങ്ങൾ എന്നെ സ്പർശിച്ചു. യേശു ഉണ്ടെന്നറിഞ്ഞിട്ട് ആളുകൾ വന്നെന്നുള്ളൊരു ഒരു ഭാഗം എന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ചു. ഒരു വലിയ പുരുഷാരം അവനെ അപ്പൊ ഞാനിങ്ങനെ വിശ്വസിച്ചു, കർത്താവേ എനിക്ക് ആളുകളുടെ വീട്ടിൽ കയറി ഇറങ്ങാനോ, കാരണം മനസ്സിലാകുന്നുണ്ടോ? സോ ഞാൻ ഇങ്ങനെ എന്റെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ ഒരു പാരമ്പര്യത്തിൽ അങ്ങനെ കിടപ്പുണ്ട്. സഭയുടെ പാരമ്പര്യം, നീ വീടുകൾ കയറി ഇറങ്ങിയെങ്കിലേ കിട്ടത്തുള്ളൂ, വീടാന്തോറും അവർ കയറി എന്നുള്ളൊരു സുവിശേഷം നമ്മുടെ അകത്തല്ലേ, അങ്ങനെ ഒരു കൺസെപ്റ്റ് കിടപ്പുണ്ട്. അപ്പം അതിന് പഴയതുപോലൊരു അംഗീകാരം ഇപ്പൊ ഇല്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഞാനും പോയിട്ടുണ്ട് പണ്ടൊക്കെ. അന്ന് പോകുന്ന ചർച്ചകളിലും അത്രയ്ക്കുള്ള മെമ്പേഴ്സേ ഉള്ളൂ, അങ്ങനെ പോകുമായിരുന്നു വീടുകളിൽ. ഞാനും അതുപോലെ പരസ്യങ്ങളും, എന്റെ തുടക്കത്തിലൊക്കെ പാസ്റ്റർ ഞാൻ പരസ്യങ്ങളിലാണ് ഇഷ്ടം പോലെ. ഞങ്ങളുടെ നാട്ടിലുള്ള ദേശങ്ങളെല്ലാം ഇതുപോലൊരു സൈക്കിളിൽ ഒരു സ്പീക്കറൊക്കെ വെച്ച് മൈക്കൊക്കെ വെച്ച് കിട്ടി ഇങ്ങനെ പ്രസംഗിച്ചൊരു സമയം ഉണ്ടായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ. അപ്പം പക്ഷെ ഞാൻ ചെങ്ങന്നൂർ കഴിഞ്ഞപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു, യേശുവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ജനങ്ങൾ വരണം. മനസ്സിലായി? അങ്ങനെ തീരുമാനിച്ചു. ഞാൻ വീട്ടിൽ പ്രാർത്ഥനയിലിരുന്നു. അതിൽ എൻ്റെ സ്പിരിച്വൽ ഫാദർ എന്നെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, ഡ്രീംസ്, സ്വപ്നം കാണാൻ ഞാൻ പഠിപ്പിക്കുന്നു. അതായത് അബ്രഹാമിനോട് കൊണ്ട് നിർത്തിയിട്ട് തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക, നടക്കുക, നീ കാണുന്നതല്ല നക്ഷത്രങ്ങളെ പോലെ നിന്റെ സന്തതികളെ, അല്ലേ? ആ സമയത്ത് ഹി വാസ് എ ചൈൽഡ്ലെസ് മാൻ, അല്ലേ? പക്ഷെ ആ പ്രോഫസി എന്തോ, യു വിൽ ബി എ ഫാദർ ഓഫ് മെനി നേഷൻ. പക്ഷെ താൻ വിശ്വസിച്ചു, ഇല്ലേ? പാഷ ആ ഡ്രീം, ജോഷി പാഷ എന്നത് പറഞ്ഞത് ഡ്രീം വേണം, അല്ലേ? അദ്ദേഹം ഇന്ന് ആ ഒരു ലെവലിൽ നിൽക്കുന്ന ആളാണ്, അതുകൊണ്ടാണ് ചോദിച്ചത്. 100%. അപ്പൊ ഞാനിങ്ങനെ വിശ്വാസത്തിന്റെ തത്വങ്ങളും അതുപോലെ സ്വപ്നം കാണുവാനൊക്കെ തുടങ്ങി. ഓൾറെഡി എൻ്റെ ഫെയ്ത്തിന്റെ ഫൗണ്ടേഷൻ എനിക്ക് ശരിക്കും ഞാൻ കണ്ടു പഠിച്ചത് എൻ്റെ മാതാപിതാക്കളിൽ നിന്നാണ്, അതോടൊപ്പം എൻ്റെ ആത്മീയ പിതാവിൽ നിന്നാണ്. ഞാൻ ഒത്തിരി പഠിച്ചിട്ടുണ്ട് ആ നിലകളിൽ. സോ അങ്ങനെ ഞാനിന്ന് സ്വപ്നം കാണാൻ തുടങ്ങി, ആൾക്കാർ വരുന്നതും ഡെലിവേർഡ്, ശൂന്യതകളിലെ നിറവ് കാണാൻ തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോഴാണ് 2 സ്ത്രീകൾ ഞങ്ങൾ താമസിച്ച വീടിൻ്റെ ഒരു റോഡുണ്ട്, മെയിൻ റോഡുണ്ട്, അവർ നടന്നു പോവാണ്. അങ്ങനെ ഒരു ദിവസം അവർ നടന്നു പോകുന്ന സമയത്ത് അവരെ ആരോ പറഞ്ഞെന്ന് തോന്നുന്നു, ഒരു പാസ്റ്ററോട് താമസിക്കുന്നു. അങ്ങനെ അവർ കയറി വന്നിട്ട് എന്നോട് ചോദിച്ചു, പാസ്റ്ററാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങളൊരു ഹൈന്ദവ സഹോദരങ്ങളാണ്, പക്ഷേ ഞങ്ങൾക്ക് യേശു വിശ്വാസമുണ്ട്, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു കൈ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് എൻ്റെ വൈഫ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് തലയിലൊന്ന് കൈ വെച്ചതേ ഉള്ളൂ. ഒരു സ്ത്രീയുടെ അകത്തുനിന്ന് ദുർഭൂതങ്ങൾ ഇളകാൻ തുടങ്ങി, പിശാചുകൾ ഇളകാൻ തുടങ്ങി. അങ്ങനെയാണ് മിനിസ്ട്രി ഇവിടെ ആരംഭിക്കുന്നത്. തുടക്കം. പലരോട് പറയാൻ അവര് ടെസ്റ്റിഫൈ ചെയ്യാൻ തുടങ്ങി. അതിന് മുമ്പ് പറഞ്ഞു യേശു ഉള്ളിടത്തേക്ക് ജനം വരാൻ തുടങ്ങി, അല്ലേ? അതൊരു സ്വപ്നമായിരുന്നു. അത് കാണാം. അപ്പൊ പാസ്റ്റർ അറിയാം തുടക്കം. അപ്പൊ ഈ സമയങ്ങളിലൊക്കെ മനസ്സിലാകുന്നുണ്ടായിരുന്നു പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് ആണെന്ന്. ഓരോ അനുഭവങ്ങളെ തെളിയിക്കുന്നത്, വലിയ ഓരോ തെളിയിക്കുന്നത്. 100%. എന്നിട്ടും ഈ ഒരു ലേഡി മാത്രമുള്ളായിരുന്നു ഞങ്ങളുടെ ചർച്ചിൽ കുറെ നാളത്തേക്കിന്. ആ സമയത്ത് ഒത്തിരി നിരാശ വന്നു, കാരണം അടുത്തൊരാൾ വരുന്നില്ല. അപ്പൊ ഇതിന്റെ റെന്റ് ഒക്കെ എങ്ങനെയായിരുന്നു, ബാധ്യതകൾ അങ്ങനെ വിശ്വാസത്തിൽ പോവാ, അല്ലയോ? ദൈവം ഒരു അത്ഭുതങ്ങളിലൂടെ ദൈവം നടത്തി. കാരണം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവമുണ്ട്. ഞാൻ ഒരിക്കലും ചെങ്ങന്നൂർ ആച്ചിർ ജംഗ്ഷനിലെ ഒരു ദിവസം വാടക കൊടുക്കേണ്ട സമയം വന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ വാടകയില്ല. അപ്പോൾ ഒരു സൺഡേ ഈവനിങ്ങാണ്. സൺഡേ ഈവനിങ്ങിൽ ഞാനിങ്ങനെ മീറ്റിംഗ് തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഇപ്പോൾ ഹെവലി ഫീസിലെ തോമസ് ബ്രദർ അല്ലേ, ചെങ്ങന്നൂർ, അവര് ആദ്യമായിട്ട് ഫെലോഷിപ്പിൽ വരികയാണ്.
അന്ന് ഹെവലി ഫീസ്റ്റ് ഇവിടെ ഇല്ല, എന്റെ ഓർമ്മ ശരിയാണ്. കൂട്ടായ്മയിൽ ബ്രാഞ്ചസ് ഒന്നും ആയിട്ടില്ല. അപ്പൊ അവരൊരു ഈവനിങ്ങിൽ ഈ പ്രാർത്ഥനയിൽ കയറി വന്നിട്ട് പ്രാർത്ഥിച്ചു. അവരിറങ്ങി പോകുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹം തിരിഞ്ഞിട്ട് ഒരു ഓഫറിംഗ് എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ എടുത്ത് തന്നു. എനിക്കൊന്നും മറക്കാൻ പറ്റത്തില്ല. അവർ ഞാനത് കർത്താവ് തന്നതല്ലേ, മേടിച്ച് ഞാൻ നോക്കിയപ്പോൾ എന്നെ വാട കൊടുക്കാനുള്ള. അങ്ങനെ ദൈവം കരുതി. മരുഭൂമിയിൽ ഇസ്രായേൽ മക്കളെ നടത്തുമ്പോൾ ഇവര് ദൈവം കൂടെ ഉണ്ടെന്നുള്ള അടയാളമായിരുന്നു മന്ന പൊഴിഞ്ഞുകൊണ്ടിരുന്നത്. 100% കൂടെ ഉണ്ടെന്നുള്ള തെളിവായിരുന്നു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിയത്തു. നല്ല ചൂടത്ത് AC പോലെ മേഘം നിൽക്കുക, രാത്രിയിലത്തെ തണുപ്പില്ലാതെ എന്തുവാ അഗ്നിസ്തംഭം. അപ്പൊ ആ കരുതല്. അപ്പൊ എനിക്ക് പാർശ്വത പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോണം, കേൾക്കുന്നവരെ ഈ പാർശ്വത ഷെയർ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ കരുതലുകൾ നിങ്ങളുടെ മേലുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു, നിങ്ങൾ ഡെസ്റ്റിനിലേക്ക് പോവാം. 100%. ആ ഡെസ്റ്റിനിലേക്ക് പോകുന്നതിന്റെയാണ് മന്ന പൊഴിയുന്നത് അല്ലേ? 2004 മുതൽ ഇന്നിപ്പോ 2026 വരെ അല്ലേ? ആമേൻ. ദൈവത്തിന്റെ കരുതൽ 100 കണക്കിന് അനുഭവിക്കാൻ. ഇപ്പൊ ഞാനൊരു കാര്യം എന്നോട് ദൈവാത്മാ എൻ്റെ ഹൃദയത്തില്, ഞാൻ പാർശ്വ മിനിസ്ട്രിയുമായിട്ടും എല്ലാം ബന്ധപ്പെട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം, ഒരു ചോദ്യമാണ്. ചോദ്യമൊന്നല്ല, എനിക്കത് ഞാനത് പറഞ്ഞല്ലോ, അത് ജനങ്ങൾക്ക് ആവശ്യമാണ്. ഒരു പപ്പ അങ്ങനെ ഈ ദൈവവിളി കേട്ട് പപ്പ ഇറങ്ങി, പപ്പ മിനിസ്ട്രി തുടങ്ങി, പപ്പ ഇങ്ങനൊരു ചർച്ചായി, പപ്പയുടെ മോനെ പാർശ്വ എന്ന ലെവലിലേക്ക് ഇറങ്ങി. അപ്പോൾ ഇതിനകത്ത് തമ്മി വരുമ്പം നമ്മുടെ ബിബ്ലിക്കലി നമുക്കൊരുണ്ടല്ലോ, ആദ്യത്തെ നമ്മൾ പറയുന്ന ഒരു ദാരിദ്ര്യത്തിൻ്റെ ആ ഒരു കഷ്ടതയുടെ, അല്ലെ അങ്ങനെ ദൈവം എന്തു വന്നാലും ദൈവം തന്നതാ, അതിൽ നിന്ന് ഒരു സമൃദ്ധിയുടെ സുവിശേഷം, ന്യൂജൻ കൺസെപ്റ്റ് നമുക്കെല്ലാം ഉണ്ടല്ലോ. ഞാനും അത് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ തന്നെ. നമ്മുടെ ദൈവം അവനെന്തോ കർത്താവ് യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടത്. അപ്പം അതിൽ പാസ്റ്ററിൻ്റെ കാഴ്ചപ്പാട്, കാരണം പാസ്റ്റർ ഈ ദൈവവചനം മുമ്പേ പറഞ്ഞ പോലെ സത്യ ദൈവവചനം പഠിപ്പിക്കുമ്പോൾ തന്നെയും പ്രോസ്പെരിറ്റിക്കും പ്രാധാന്യം കൊടുക്കുന്നു ദൈവിക. അതിനെക്കുറിച്ച് ആ കാഴ്ചപ്പാട് മാറാനുള്ള കാര്യം എന്തായിരുന്നു? പ്രത്യേകിച്ച് പാരമ്പര്യ സഭകളിൽ നിന്ന് വന്ന ഒരാൾ, അങ്ങനെ ഒരാളുടെ മകന് ഈ ഒരു ചേഞ്ചിലേക്ക് വരാനുള്ള കാഴ്ചപ്പാടില്, ചേഞ്ചിലേക്ക് വരാനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പലരും ചിന്തിക്കുന്ന ഒരു പോയിന്റ് തൊടുക പാസ്റ്റേ. പക്ഷെ ഓപ്പണായിട്ട് സംസാരിച്ച, കാരണം ഏതെങ്കിലും ജീവിതങ്ങളിൽ ഒരു വ്യതിയാനം വരുന്നെങ്കിൽ വരണം. ഇന്ന് ആ ഭാഷ നിലവാരത്തിൽ നിന്നുകൊണ്ട് അത് പറയുന്നു. പലരും ചിന്തിക്കുന്നത് എൻ്റെ ഫാദർ പാസ്റ്റർ ആയതുകൊണ്ടാണ് ഞാൻ പാസ്റ്റർ ആയത്. ഒരിക്കലല്ല. എൻ്റെ ഫാദർ പാസ്റ്റർ ആയതുകൊണ്ടല്ല ഞാൻ പാസ്റ്റർ ആയത്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ വ്യക്തമായ ദൈവശബ്ദം, ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ഇടപെട്ടു. അബ്രഹാമിനെ വിളിച്ച പോലാണെന്ന് പറഞ്ഞല്ലോ തീർച്ചയായിട്ടും. അങ്ങനെ എന്നെ വിളിച്ചിറക്കിയതാണ്. അപ്പൊ ഞാന് നമ്മുടെ അനുഭവങ്ങളാണല്ലോ പാസ്റ്ററെ പല തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ സഹായിക്കുന്നത്. പല അനുഭവങ്ങളാണ്. ഞാൻ എപ്പോഴും പറയും, വിശപ്പുള്ളവനെ ആഹാരത്തിന്റെ വില അറിയത്തുള്ളൂ, വിലയും രുചിയും. വിശപ്പില്ലാത്തവന് അതിന്റെ സെയിം ആണ്. കാരണം ഒന്ന്, ഞങ്ങൾ മിനിസ്ട്രിയിൽ ഇറങ്ങിയപ്പോൾ ഈ പറഞ്ഞതുപോലെ എൻ്റെ ഉള്ളിൽ കർത്താവിന്റെ രാജ്യത്തിനു വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ആഗ്രഹം. പക്ഷെ ഇതിനെല്ലാം പണം ആവശ്യമാണ്. ഇവന്റെ ഒരു ട്രാക്ട് അടിക്കണമെങ്കിൽ നമുക്ക് പണം വേണം. മനസ്സിലായി? രക്ഷ സൗജന്യം, ബാക്കി എല്ലാത്തിനും കൊടുക്കണം. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? മാത്രമല്ല, ഞാൻ അന്ന് ആ കാലഘട്ടത്തിൽ കണ്ടുമുട്ടിയ ഒത്തിരി ദൈവദാസന്മാർ വളരെ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ പോകുന്നത് കാണുവാനിടയായി തീർന്നു. അതോടൊപ്പം തന്നെ അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ അടുത്തൊരു തലമുറ സുവിശേഷത്തിലേക്ക് ഇറങ്ങുന്നില്ല. ഈ ഒരു അനുഭവം കൊണ്ട് തന്നെയാണ് പിന്മാറിയാൽ എന്താന്ന് ചിന്തിച്ചത്. തീർച്ചയായിട്ടും എൻ്റെ ഫാദറും മദറും ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഫീസ് അടയ്ക്കാൻ ബുദ്ധിമുട്ട് കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ പല ആഗ്രഹങ്ങളും അവർക്ക് സാധിക്കാതെ. അതോടൊപ്പം തന്നെ ഞാൻ ഇന്നും മറക്കാൻ പറ്റാത്തൊരു കാര്യം, എൻ്റെ ബ്രദർ ഇന്ന് അമേരിക്കയിൽ ദൈവം അവനെ അനുഗ്രഹിച്ചു. അപ്പം ഞാൻ ഒരിക്കൽ നമ്മുടെ റെയ്നോഡ് ബോങ്കെ വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് എറണാകുളത്ത് വന്ന സമയത്ത് ഞാൻ ആ ക്രൂസൈഡ് ഗ്രൗണ്ടിൽ നിൽക്കുകയാണ്, കൊച്ചിയിൽ. ആ സമയത്താണ് എൻ്റെ ബ്രദർ ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്. ഒരു ഇൻ്റർവ്യൂവിനായിട്ട് പോകാനായിട്ട് ഒരു അവസരം വന്നു. ആ സമയത്ത് അവൻ്റെ കൂടെ പോകുന്നവരെല്ലാം പുതിയ പുതിയ ഡ്രസ്സുകൾ, നല്ല ബ്രാൻഡ് ന്യൂ ഷർട്ട്, പാൻറ്, ഷൂ ഒക്കെ ഇടുമ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ എൻ്റെ ഫാദറിന് അത് മേടിച്ചു കൊടുക്കാനുള്ള സാമ്പത്തികം അന്ന് പപ്പയുടെ കയ്യിലില്ലാതെ. അതെന്നെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു. അപ്പം ഞാൻ ആ ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ ദൈവത്തോട്, കർത്താവേ, എൻ്റെ അപ്പൻ അങ്ങയുടെ വേലക്കായിട്ട് ഇറങ്ങിയതല്ലേ, എൻ്റെ ബ്രദറിന്
ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്, മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലെവലിലേക്ക്. കോളേജിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന അതേ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് അവൻ ഇന്റർവ്യൂവിന് പോയത്. ഇന്ന് അവൻ ഡോക്ടറാണ്, അമേരിക്കയിൽ ഡോക്ടറായി. പക്ഷെ ഞാൻ പറഞ്ഞത്, ആ ഇന്റർവ്യൂവിന് ഇതെല്ലാം എന്നെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു. അങ്ങനെയാണ് ഞാൻ ഒരിക്കലും എൻ്റെ അപ്പനോട് ചോദിച്ചു, നിങ്ങൾക്ക് വേറെ എന്തിനാ ഇറങ്ങിയെന്നൊക്കെ ചോദിച്ചൊരു ചോദ്യമാണ്. നമുക്ക് ഓരോ പ്രായത്തിലും നമ്മുടെ കാര്യങ്ങൾ നടക്കേണ്ടതായ ആവശ്യങ്ങളുണ്ട്, അല്ലേ? അത് സുഖമായിട്ട് നടക്കാതെ വന്നപ്പോൾ, അതോടൊപ്പം തന്നെ ഞാൻ ഈ ബൈബിൾ കോളേജ് 2 വർഷം പഠിച്ചപ്പോൾ എൻ്റെ കൂടെ പല പാസ്റ്റേഴ്സിൻ്റെ മക്കളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു മനസ്സിലായി പഠിച്ചത്. പക്ഷെ പിൻകാലത്ത് ഞാൻ അവരെയൊക്കെ നോക്കും, പലരും ഇനി മിനിസ്ട്രിയിൽ ഇല്ല പാസ്റ്റർ, ഇല്ല, അല്ല നിലവാരം പഴയത് തന്നെ, മിനിസ്ട്രിയില്ല, പലരും ജോലിക്ക് പോയി. അവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ ഫുൾ ടൈം മിനിസ്ട്രിയിലാണ്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നീട് ഞാൻ നോക്കുമ്പോൾ പലരും ദുബായില്, പല രാജ്യങ്ങളിൽ, ഒരു പക്ഷേ ഞെരുക്കത്തിന്റെ സാഹചര്യം ആയിരിക്കാം, 100%. അവരുടെ മാതാപിതാക്കൾ കടന്നു പോകുന്ന ആ പ്രയാസങ്ങൾ, പ്രത്യേകിച്ച് പാസനേജുകളൊക്കെ താമസിക്കുമ്പോൾ, അല്ലെങ്കിൽ പലയിടങ്ങളിൽ കൃപയിൽ ഞങ്ങൾ പാസനേജിലൊന്നും താമസിച്ചിട്ടില്ല കേട്ടോ. കാരണം ഞങ്ങൾക്ക് വീടുണ്ടായിരുന്നത് കൊണ്ടും ഞങ്ങളുടെ നാട്ടിലെല്ലാം ചർച്ച ആയിരുന്നതുകൊണ്ടും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷേ പല പാസ്റ്റേഴ്സിന്റെ മക്കളെ എനിക്കറിയാം, പലരുടെ നിന്ദകളും പരിഹാസങ്ങളും പറയുമ്പോഴേ ഈ ബുദ്ധിമുട്ടുകളും ഞെരുക്കും എന്നൊക്കെ പറയുമ്പോൾ ഒരർത്ഥത്തില് കഷ്ടതയുണ്ട്. പക്ഷെ അത് നമ്മുടെ ഒരു പരിജ്ഞാനക്കുറവുകൂടെ ഇല്ലയോ? ദൈവം നമുക്ക് ഒരുക്കിയിട്ടുണ്ടെന്നുള്ളൊരു വെളിപ്പാടിൽ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ കഴിയത്തില്ലയോ? അതൊന്ന് പറയാം പാസ്റ്റർ, അതെങ്ങനെയാണ്? ഓക്കെ, അതിലേക്ക് വരാനുള്ള 2-3 കാര്യമുണ്ട് പാസ്റ്റർ. ഒന്ന്, ഞാൻ ഒരിക്കൽ ഈ പാസ്റ്റർ പറഞ്ഞുള്ള പഴയ എൻ്റെ സുവിശേഷവയുടെ തുടക്കത്തിൽ പഴയ കൺസെപ്റ്റ് തന്നെ ആയിരുന്നു ഞാനപ്പം പറഞ്ഞ ഈ നല്ലൊരു ഡ്രസ്സ്, ഇതിനോടൊന്നും ഒരു ഇങ്ങനൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇറങ്ങുന്ന സമയം അങ്ങനെ ആയിരുന്നു ആക്ച്വലി. അങ്ങനെ ഇറങ്ങിയ സമയത്ത് ഒരിക്കൽ ദൈവം എന്നോടൊരു ചോദ്യം ചോദിച്ചു. എൻ്റെ ഉള്ളിലൊരു ചിന്ത ദൈവം എന്നോട് ചോദിച്ചതാണ്. എന്നോട് ചോദിച്ചു, മോനെ നീ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ നീ എന്താണ് അവരോട് പറയുന്നത്? ഞാൻ പറഞ്ഞു, ദൈവം അനുഗ്രഹിക്കും. God is a God of blessing. അങ്ങനെ ദൈവം ഇടപെട്ടു. 100% എൻ്റെ ഉള്ളിൽ കർത്താവ് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എന്നാണ്. കാരണം നമ്മളുടെ അടുക്ക വരുന്ന നല്ല ശതമാനം ആളുകളും പ്രയാസത്തിലൂടെ പോകുന്നവരാണ്. ഇപ്പം തന്നെ എനിക്കറിയാം, എൻ്റെ അടുക്ക വരുന്ന ഒത്തിരി ആളുകൾ സാമ്പത്തിക കടഭാരമുള്ളവർ. ആത്മഹത്യയുടെ എല്ലാം പിൻപിൽ ഈ ഒരു കാരണമുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഒരു 80-85%, വേണമെങ്കിൽ 90% സാമ്പത്തികമാണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. അപ്പം എൻ്റെ അടുക്ക വരുന്ന കൂടുതൽ ആൾക്കാർ ഇങ്ങനെ തന്നെയാണ് വരുന്നത്, സാമ്പത്തികമുള്ള. അപ്പം ഞാൻ അവരോടൊക്കെ ദൈവം നിന്നെ അനുഗ്രഹിക്കും, ദൈവം നിന്നെ സാമ്പത്തികമായിട്ട് ഉയർത്തും എന്നൊക്കെ പറയുമ്പോൾ എന്നോട് കർത്താവ് ചോദിച്ചാ, നീ അത് പറയുമ്പോൾ ആളുകൾ നിന്നെ നോക്കും, നിന്റെ നിലവാരം എന്താണെന്ന് നോക്കും. ശരിയല്ല? 100%. പക്ഷെ ഞാൻ കഴിഞ്ഞ ആഴ്ച ചർച്ചിൽ ഈ വിഷയത്തോട്ട് പറഞ്ഞത്, അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ ഐ വിൽ ബ്ലെസ് യു, യു വിൽ ബി എ ബ്ലെസ്സിംഗ് for all the nations of the earth. അല്ലേ? അപ്പൊ നമ്മളില് നിന്റെ സംഘടനക്കാരൻ പറയുന്നു, മൈ കപ്പ് റൺസ് ഓവർ, എന്റെ പാനപാത്രം നിറഞ്ഞ് കവിയും. അപ്പൊ നമ്മളിൽ നിന്ന് അത് ഒഴുകണമെന്ന് ദൈവം ആഗ്രഹിക്കുക. ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഒരു അറിവ് ശരിയാണ്, ഒരു 10 പേരെങ്കിലും ഒരു സപ്പോർട്ടിൽ ആ ചർച്ച്, അല്ലേ, അല്ല അസിസ്റ്റ് ചെയ്യുന്നവരുണ്ടല്ലോ, ആ നിലവാരത്തിൽ ആ ചർച്ച് നിമിത്തം ധാരാളം പേര് അനുഗ്രഹിക്കപ്പെടുന്ന ലെവലിലേക്ക് വന്നു. അപ്പൊ ആ അനുഗ്രഹം ജനം വാച്ചി നമ്മളെ നോക്കുമ്പോൾ, നമ്മളൊരാളെ അനുഗ്രഹിക്കുന്നു പറയുമ്പോൾ ആ അനുഗ്രഹം നമ്മളിലുണ്ടോ എന്നും ദൈവം നോക്കും, അല്ലേ? ഞാൻ അങ്ങനെ നോക്കിയിട്ടുള്ള മനുഷ്യൻ, അതുകൊണ്ട് എനിക്കറിയാം. എന്നെ ഒത്തിരി ഇമ്പാക്ട് ചെയ്ത പല വ്യക്തികളുമുണ്ട്, പറഞ്ഞു മനസ്സിലാവുന്നത്. അപ്പം എൻ്റെ ആ വളർച്ചയുടെ ഒരു കാലഘട്ടത്തിൽ പാസ്റ്ററെ, അന്നാണ് ബ്രദർ സുരേഷ് ബാബു ദൈവം ശക്തമായിട്ട് പാസ്റ്ററിന്റെ ശുശ്രൂഷകളിൽ വന്ന് അദ്ദേഹത്തിന്റെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യുന്നു. ഒരു ഉണ്ടായിരുന്നില്ല ആദ്യ സമയങ്ങളിൽ, സ്ഥിരമായിട്ട് എപ്പോഴും അദ്ദേഹത്തിന്റെ പ്രസംഗം. എന്തെന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ പോലെ ആ കാലഘട്ടത്തിൽ ഞാൻ കണ്ടുവന്ന പാസ്റ്റേഴ്സിനേക്കാളും വ്യത്യസ്തനായ ഒരു നിലവാരമായിരുന്നു അദ്ദേഹത്തിന്റെ. കാരണം പാസ്റ്റർ പറഞ്ഞ പോലെ ഗോഡ് ഇസ് എ ഗോഡ് ഓഫ് ബ്ലെസ്സിംഗ്. അത് ഞാൻ അദ്ദേഹത്തിൽ കാണാനിടയായി തീർന്നു. അതിനുശേഷം പാസ്റ്റർ ജോഷി, അതുപോലെ എൻ്റെ കോ ബ്രദർ ബിഷപ്പ് മനു മേനോൻ എൻ്റെ കോ ബ്രദറാണ്. അദ്ദേഹം എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് ആ മേഖലയിൽ. അപ്പൊ ഇവരിലൊക്കെ ഞാൻ ആ ബ്ലെസ്സിങ്സ് കാണാനിടയായി തീർന്നു. പറയുന്നത് അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് കാണുവാനിടയായി തീർന്നു.